Textbook exercise question number 1, page number 198. What are the radius of the base and slant edge of a cone made by rolling up a sector of central angle 60 degree cutout from a circle of radius 10 cm? ആരം 10 സെന്റിമീറ്ററും കേന്ദ്രകോൺ 60 ഡിഗ്രിയുമായ വൃത്താംശം വളച്ചുണ്ടാക്കുന്ന വൃത്തസ്തൂപികയുടെ പാദത്തിന്റെ ആരവും ചെരിവുയരവും എത്രയാണ്? തന്നിരിക്കുന്ന മെഷേഴ്സ് നമുക്ക് എഴുതാം. ഗിവൺ എന്തൊക്കെയാണ് തന്ന മെഷേഴ്സ്? 60 ഡിഗ്രിയും 10 സെന്റിമീറ്റർ. വാട്ട് ഇസ് 60 ഡിഗ്രി? സെൻട്രൽ ആംഗിൾ ഓഫ് ദ സെക്ടർ. സെൻട്രൽ ആംഗിൾ ഓഫ് സെക്ടർ. സെൻട്രൽ ആംഗിൾ ഓഫ് സെക്ടറിനെ നമ്മൾ ഉപയോഗിക്കുന്ന ലെറ്റർ എക്സ് ആണ്. എക്സ് ഈക്വൽ ടു 60 ഡിഗ്രി. കേന്ദ്രകോൺ, വൃത്താംശത്തിന്റെ കേന്ദ്രകോൺ എക്സ് സമം 60 ഡിഗ്രി. പിന്നെ തന്നിരിക്കുന്ന എന്താണ്? 10 സെന്റിമീറ്റർ ആണ്. 10 സെന്റിമീറ്റർ സർക്കിളിന്റെ റേഡിയസ് ആണ്. സോ സെക്ടറുമായിട്ട് കണക്ട് ചെയ്യുക. സർക്കിളിന്റെ റേഡിയസ് തന്നെയാണ് സെക്ടറിന്റെ റേഡിയസ്. ഓക്കെ, റേഡിയസ് ഓഫ് സെക്ടർ. റേഡിയസ് ഓഫ് സെക്ടറിന് നമ്മൾ യൂസ് ചെയ്യുന്ന ലെറ്റർ ക്യാപിറ്റൽ ആർ ആണ്. അതെന്താണ്? 10 സെന്റിമീറ്റർ. ഇത് രണ്ടുമാണ് നമുക്ക് തന്നിരിക്കുന്ന അളവുകൾ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റേഡിയസ് ഓഫ് ദ ബേസ് ആണ്. ദാറ്റ് ഇസ് ബേസ് റേഡിയസ് കാണണം. ബേസ് റേഡിയസ് ഓഫ് കോൺ കാണണം. ബേസ് റേഡിയസ് ഓഫ് കോണിന് നമ്മൾ ഉപയോഗിക്കുന്ന ലെറ്റർ സ്മോൾ ലെറ്റർ ആർ ആണ്. അതും കണ്ടുപിടിക്കണം. അതേപോലെ തന്നെ സ്ലാന്റ് ഹൈറ്റ് ഓഫ് കോണും കണ്ടുപിടിക്കണം. ചെരിവുയരവും കാണണം. സ്ലാന്റ് ഹൈറ്റ് ഓഫ് കോൺ, അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ലെറ്റർ എൽ ആണ്. ഓക്കെ, അപ്പൊ സെക്ടർ ടു കോൺ വരുമ്പം നമ്മൾ 3 കാര്യങ്ങൾ ഓർക്കണം. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ആർക്ക് ലെങ്തിനെ കുറിച്ചോ ബേസ് പെരിമീറ്ററിനെ കുറിച്ചോ ഇവിടെ പറയുന്നില്ല. സോ ഓർക്കേണ്ട 2 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം ആർ ഇസ് ഈക്വൽ ടു എൽ. രണ്ടാമത്തെ കാര്യം എക്സ് ബൈ 360 ഇസ് ഈക്വൽ ടു ആർ ബൈ എൽ. അപ്പൊ നമുക്കിവിടെ എൽ കാണണം. അപ്പോൾ എൽ ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ ആർ എത്രയാണ്? 10 സെന്റിമീറ്റർ ആണ്. സോ എൽ എത്ര തന്നെയാണ്? 10 സെന്റിമീറ്റർ. ഓക്കെ, സിൻസ് ദ സെക്ടർ becomes cone, R is equal to L. Therefore, L is equal to 10 centimeter. That is slant height of cone is equal to 10 centimeter. So, നമ്മൾ സ്ലാന്റ് ഹൈറ്റ് ഓഫ് കോൺ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് കാണേണ്ടത് ബേസ് റേഡിയസ് ആണ്. സോ അതിനു വേണ്ടിയിട്ട് നമ്മൾ രണ്ടാമത്തെ റിസൾട്ട് യൂസ് ചെയ്യും. ഓക്കെ, എക്സ് ബൈ 360 is equal to R by L. എക്സ് നമുക്ക് തന്നിട്ടുണ്ട് 60 ആണെന്ന്. സോ 60 ഡിഗ്രി ആണ്. അപ്പോൾ ഡിഗ്രി ഇട്ടില്ലേലും സാരില്ല. 60 by 360 is equal to R നമുക്ക് കണ്ടുപിടിക്കണം. L നമുക്ക് കിട്ടി 10 ആണ്. ഓക്കെ, ഈ 2 സൈഡിലെയും ഡിനോമിനേറ്റർ നോക്കാം. 2നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 10നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 കിട്ടും. 360നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 36 കിട്ടും. സോ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ 60 by 36 വരും. റൈറ്റ് സൈഡിൽ R by 1 R ആണ്. ഇനി 60യും 36ഉം രണ്ടും 6ന്റെ മൾട്ടിപ്പിൾസ് ആണ്. സോ 2നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 60നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 10 കിട്ടും. 36നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6 കിട്ടും. അതാണ് R. വീണ്ടും നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. 10ഉം 6ഉം 2ന്റെ മൾട്ടിപ്പിൾസ് ആണ്. സോ 10നെയും 6നെയും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 കിട്ടും. 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 കിട്ടും. സോ R is equal to 5 by 3. Therefore, R is equal to 5 by 3 സെന്റിമീറ്റർ എന്ന് എഴുതാം. ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഡെസിമൽ ഫോമിൽ എഴുതാം. 5നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യും. സോ 1 ടൈം ആണ്. 1 into 3 3. ബാക്കി 2. 0 പോയിന്റ് 20ൽ 3 6 പ്രാവശ്യം. 6 into 3 18. വീണ്ടും 2 0 6 into 3 18. അങ്ങനെ പോകും. സോ 1.66 എന്ന് വരും. അതിനെ റൗണ്ട് ചെയ്ത് അടുത്തത് 6 തന്നെയാണ് വരിക. 666 അങ്ങനെ പോവുള്ളൂ. സോ 1.67 എഴുതിയാലും തെറ്റില്ല. അല്ലെങ്കിൽ ഒരു പ്ലേസിലാണെങ്കിൽ 1.7 എന്ന് എഴുതാം. ഓക്കെ, 1.67 സെന്റിമീറ്റർ ആണ് ബേസ് റേഡിയസ് അഥവാ പാദ ആരം. ടെക്സ്റ്റ് ബുക്ക് എക്സസൈസ് ക്വസ്റ്റ്യൻ നമ്പർ 2, പേജ് നമ്പർ 198. What is the central angle of the sector to be used
To make a cone of base radius 10 centimeters and slant height 25 centimeters. പാദത്തിന്റെ ആരം 10 സെന്റിമീറ്ററും ചെരിവുയരം 25 സെന്റിമീറ്ററുമായ വൃത്തസ്തൂപിക നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വൃത്താംശത്തിന്റെ കേന്ദ്ര കോൺ എത്രയാണ്? അപ്പൊ തന്നിരിക്കുന്ന മെഷേഴ്സ് നമ്മൾ ആദ്യം എഴുതും. നമുക്ക് തന്നിട്ടുണ്ട് 10 സെന്റിമീറ്റർ ബേസ് റേഡിയസ് ആണ്, 25 സെന്റിമീറ്റർ സ്ലാന്റ് ഹൈറ്റ് ആണ്. നമുക്കത് എഴുതാം. ബേസ് റേഡിയസ് ഗിവൺ, ബേസ് റേഡിയസ് പാദ ആരം, അതിന് ഉപയോഗിക്കുന്ന ലെറ്റർ സ്മോൾ ലെറ്റർ ആർ ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു 10 സെന്റിമീറ്റർ. പിന്നെ തന്നിരിക്കുന്നത് സ്ലാന്റ് ഹൈറ്റ് ചെരിവുയരം, അതിന് യൂസ് ചെയ്യുന്ന ലെറ്റർ എൽ ആണ്. സോ എൽ ഇസ് ഈക്വൽ ടു 25 സെന്റിമീറ്റർ. ഇനി കാണേണ്ടത് എന്താണ്? ഇത് രണ്ടുമാണ് നമുക്ക് തന്നിരിക്കുന്നത്. കാണേണ്ടത് എന്താണ്? സെൻട്രൽ ആംഗിൾ ഓഫ് ദ സെക്ടർ കാണണം. സെൻട്രൽ ആംഗിൾ ഓഫ് സെക്ടർ എക്സ് എത്രയാന്ന് കണ്ടുപിടിക്കും. ഓക്കെ, അപ്പൊ ഇത് മൂന്നും കണക്ട് ചെയ്യുന്ന എക്സ് വരികയാണെങ്കിൽ അത് കണക്ട് ചെയ്യുന്ന റിലേഷൻ എന്താണ്? എക്സ് ബൈ 360 ഇസ് ഈക്വൽ ടു ആർ ബൈ എൽ. എക്സ് ആണ് നമുക്ക് കാണേണ്ടത്. സോ എക്സ് ബൈ 360 ഇസ് ഈക്വൽ ടു ആർ എത്രയാണ്? 10 ആണ്. എൽ എത്രയാണ്? 25 ആണ്. ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. 10ഉം 25ഉം 10ഉം 25ഉം 5ന്റെ മൾട്ടിപ്പിൾസ് ആണ്. സോ 10നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 കിട്ടും. 25നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 കിട്ടും. അപ്പൊ നമുക്ക് എക്സ് ബൈ 360 എന്ന് പറയുന്നത് 2/5 എന്ന് എഴുതാം. വീണ്ടും നോക്കുക, ഡിനോമിനേറ്ററുകൾ നോക്കാം. 360ഉം 5ഉം. അപ്പൊ ഇവിടെ വൺസ് പ്ലേസിൽ 0 ആയതുകൊണ്ട് 360 5ന്റെ മൾട്ടിപ്പിൾ ആണ്. സോ രണ്ട് നമ്പറിനെ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 5നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 കിട്ടും. 360നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുക? 72 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ബാക്കി എന്താ ഉള്ളത്? എക്സ് ബൈ 72 ഇസ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ 2/1 2 ആണ്. അപ്പൊ എക്സ് ആണ് കാണേണ്ടത്. അപ്പൊ ഈ ഡിവൈഡ് ചെയ്ത 72നെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകണം. സോ എക്സ് ഈക്വൽ ടു എന്ത് വരും? റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ അത് ഇൻറ്റു 72 ആണ്. 72നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതായത് 72ന്റെ ഡബിൾ എന്ന് പറയുന്നത് 144 ആണ്. സോ നമുക്ക് എക്സ് എത്ര കിട്ടി? 144 ഡിഗ്രി കിട്ടി. സോ സെൻട്രൽ ആംഗിൾ ഓഫ് ദി സെക്ടർ എത്രയായിരിക്കണം? Central angle of sector is equal to 144 degree. Next question, textbook exercise question number 3, page number 198. What is the ratio of the base radius and slant height of a cone made by rolling up a semicircle? ഒരു അർദ്ധവൃത്തം വളച്ചുണ്ടാക്കുന്ന വൃത്തസ്തൂപികയുടെ ആരവും ചെരിവുയരവും തമ്മിലുള്ള അംശബന്ധം എന്താണ്? അപ്പൊ കോണിന്റെ റേഡിയസിനെ, ഓക്കെ, ബേസ് റേഡിയസ് ഓഫ് കോൺ നമ്മൾ എടുക്കുന്ന ഏതാണ്? ആർ എന്നാണ് ലെറ്റർ എടുക്കുന്നത്. അതേപോലെ സ്ലാന്റ് ഹൈറ്റ് ഓഫ് കോൺ, സ്ലാന്റ് ഹൈറ്റ് ഓഫ് കോൺ എന്ന് പറയുന്നത് എന്താണ്? എൽ ആണ്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? We have to find the ratio of base radius and slant height. ആരവും ചെരിവുയരവും തമ്മിലുള്ള റേഷ്യോ എന്ന് പറഞ്ഞാൽ R:L ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, R:L എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? R/L ആണ്. ആണല്ലോ. 1:2 is same as 1/2. Okay, 2:3 is same as 2/3. റേഷ്യോനെ നമുക്ക് ഇങ്ങനെ എഴുതാം, ഫ്രാക്ഷൻ ഫോമിൽ എഴുതാൻ പറ്റും. R:L എന്ന് പറഞ്ഞാൽ R/L ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ R/L ഒരു ഫോർമുലയിൽ കണ്ടിട്ടുണ്ട്. എന്താണ് ആ ഫോർമുല? x/360 is equal to R/L ആണ്. സോ R/L കാണണമെങ്കിൽ x/360 എത്രയാണെന്ന് അറിഞ്ഞാൽ മതി. ഓക്കെ, ഇനി ഈ ക്വസ്റ്റിനകത്ത് എക്സ് എന്താണ്? സെൻട്രൽ ആംഗിൾ ഓഫ് ദ സെക്ടർ എന്താണ്? ഇവിടെ നമുക്ക് കോൺ ഉണ്ടാക്കുന്നത് ഒരു സെമി സർക്കിൾ വളച്ചിട്ടാണ് കോൺ ഉണ്ടാക്കുന്നത്, ആണല്ലോ. അപ്പൊ സെമി സർക്കിളിന്റെ ആംഗിൾ എത്രയാണ്? അതാണ് ഈ സെക്ടറിന്റെ. സെമി സർക്കിൾ ഇസ് എ സെക്ടർ. ഓക്കെ, വൃത്തത്തിന്റെ ഒരംശമാണ് സെമി സർക്കിൾ. സോ സെക്ടറിന്റെ സെമി സർക്കിൾ ആണെങ്കിൽ അതിന്റെ ആംഗിൾ എത്രയാണ്? 180 ഡിഗ്രി ആണ്.
നമുക്ക് ഇവിടെ എക്സിന് പകരം എന്ത് കൊടുക്കാം? 180 ഡിഗ്രി ബൈ 360 ഡിഗ്രി ഇസ് ഈക്വൽ ടു ആർ ബൈ എൽ. സോ 180ന്റെ ഡബിൾ ആണ് 360. സോ രണ്ടിനെയും നമുക്ക് 180 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മുകളിൽ 1 കിട്ടും, താഴെ 2 കിട്ടും. സോ 1/2 ഇസ് ഈക്വൽ ടു ആർ ബൈ എൽ. ദിസ് ഇംപ്ലൈസ് ആർ ഈസ് ടു എൽ ഇസ് ഈക്വൽ ടു എന്താ? 1:2. മനസ്സിലായോ? സോ റേഷ്യോ എന്താണ്? Therefore ratio is equal to required ratio 1:2 ആണ്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ആ റിസൾട്ടുമായിട്ട് കണക്ട് ചെയ്ത് എഴുതുക. റേഷ്യോ R/L എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം, R/L is same as R by L ആണ്. സോ R by L ഉള്ള ഫോർമുല യൂസ് ചെയ്യാം. എക്സ് എന്ന് പറയുന്നത് സെൻട്രൽ ആംഗിൾ ഓഫ് ദ സെക്ടർ ആണ്. ഇവിടെ സെക്ടർ എന്ന് പറയുന്നത് സെമി സർക്കിൾ ആണ്. സോ അതിന്റെ ആംഗിൾ 180 ഡിഗ്രി ആണ്. സോ നമുക്ക് R by L 1/2 കിട്ടും. Therefore R/L 1:2. അതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞ റേഷ്യോ, അംശബന്ധം 1:2 ആണ് ആൻസർ. ഒരു SSLC ക്വസ്റ്റ്യൻ. A semicircle of radius 15 cm is bent to form a cone. Find its slant height, find its radius. 15 സെന്റിമീറ്റർ ആരമുള്ള ഒരു അർദ്ധവൃത്തം വളച്ച് ഒരു വൃത്തസ്തൂപിക ഉണ്ടാക്കി. സ്തൂപികയുടെ ചെരിവുയരം കാണുക, സ്തൂപികയുടെ ആരം കാണുക. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഒരു സെക്ടർ കോണാകുമ്പോൾ ഓർക്കേണ്ട റിസൾട്ട് R is equal to L. രണ്ടാമത്തത് x by 360 is equal to R by L. ലെറ്റർ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഇത് ക്യാപിറ്റൽ R ആണ്, ഇത് സ്മോൾ r ആണ്. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റിനകത്ത് തന്നിരിക്കുന്ന എന്താ? ഇവിടെ സെക്ടർ എന്ന് പറയുന്നത് സെമി സർക്കിൾ ആണ്. സെമി സർക്കിൾ ഈസ് എ സെക്ടർ. അർദ്ധവൃത്തം ഒരു വൃത്താംശം തന്നെയാണ്. അപ്പോൾ അതിന്റെ റേഡിയസ് തന്നിട്ടുണ്ട്, അതായത് ക്യാപിറ്റൽ R. ഓക്കെ, ഇവിടെ നമ്മൾ റൈറ്റ് സൈഡിൽ എഴുതുന്നത് മുഴുവനും സെക്ടറിന്റെ കാര്യങ്ങളാണ്, ലെഫ്റ്റ് സൈഡിൽ എഴുതുന്നതെല്ലാം സെക്ടറിന്റെ കാര്യങ്ങളാണ്, റൈറ്റ് സൈഡിലെല്ലാം കോണിന്റെ കാര്യങ്ങളാണ് എഴുതുക. ഓക്കെ, സോ നമുക്ക് 6 തന്നിട്ടുണ്ട്. ഗിവൺ റേഡിയസ് ഓഫ് സെമി സർക്കിൾ ആണ് തന്നിരിക്കുന്നത്. അപ്പൊ സെമി സർക്കിളിൽ തന്നെ പേര് എഴുതാൻ നമുക്ക് ബ്രാക്കറ്റിൽ വേണമെങ്കിൽ സെക്ടർ എന്ന് എഴുതാം. അതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ക്യാപിറ്റൽ R ആണ്. അത് നമുക്ക് തന്നിരിക്കുന്നത് എത്രയാണ്? 15 സെന്റിമീറ്റർ എന്നാണ്. ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇനി നമുക്ക് ആദ്യത്തെ റിസൾട്ടിൽ നിന്ന് R is equal to L എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അതാണ് നമ്മളോട് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഫൈൻഡ് ദ സ്ലാന്റ് height ഓഫ് ദ കോൺ. R is equal to L ആണ്. ഓക്കെ, ദാറ്റ് ഈസ് റേഡിയസ് ഓഫ് സെക്ടർ is equal to slant height of cone. Therefore L is equal to 15 സെന്റിമീറ്റർ. L നമ്മൾ കണ്ടുപിടിച്ചു. കോണിന്റെ സ്ലാന്റ് height എന്ന് പറയുന്നത് സെക്ടറിന്റെ റേഡിയസ് ആണ്. സെക്ടറിന്റെ റേഡിയസ് ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട് 15 സെന്റിമീറ്റർ. സോ സ്ലാന്റ് height ഓഫ് കോൺ എന്ത് തന്നെയാണ്? 15 സെന്റിമീറ്റർ ആണ്. ഇനി റേഡിയസ് കാണും. റേഡിയസ് കാണാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല x by 360 is equal to R by L ആണ്. ഇവിടെ x എന്താണ്? x എന്ന് പറയുന്നത് ഏതാണോ സെക്ടർ അതിന്റെ സെൻട്രൽ ആംഗിൾ. ഇവിടെ സെക്ടർ സെമി സർക്കിൾ ആണ്. സെമി സർക്കിളിന്റെ സെൻട്രൽ ആംഗിൾ എത്രയാണ്? 180 ഡിഗ്രിയാണ്. സോ 180 ഡിഗ്രി ബൈ 360 ഡിഗ്രി ഇസ് ഈക്വൽ ടു R നമുക്ക് കണ്ടുപിടിക്കണം. L നമുക്കറിയാം 15. ഓക്കെ, ഇനി 180 ബൈ 360 എന്താ? 180ന്റെ ഡബിൾ ആണ് 360. സോ 180 ബൈ 360 നമുക്ക് 1/2 എന്ന് എഴുതാം. 1/2 ഈസ് ഈക്വൽ ടു R by 15. ഓക്കെ, അപ്പൊ നമുക്ക് R കണ്ടുപിടിക്കണം. R കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ ഡിവൈഡ് ചെയ്ത 15നെ റൈറ്റ് സൈഡിലേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നാൽ മതി. സോ ഇവിടെ താഴെ കിടക്കുന്ന നമ്പർ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ മുകളിലിടും. ഓക്കെ, സോ നമുക്ക് R എങ്ങനെ എഴുതാം? ഈ 15 മുകളിൽ വരുമ്പോൾ 15/2 എന്ന് വരും. 15 × 1 ആണ്. അപ്പോൾ 15 തന്നെ 15/2 എന്ന് വരും. 15ന്റെ പകുതി. എന്താണ് 15ന്റെ പകുതി? 7.5. സോ R നമുക്ക് കിട്ടി. R is equal to 7.5 സെന്റിമീറ്റർ. അതാണ് രണ്ടാമത്തതിന്റെ ആൻസർ. SSLC 2020 ചോദിച്ച 4 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണിത്. A sector of radius 12 centimeters and central angle 120 degrees rolled up into a cone. First one, what is the slant height of the cone? Second, find the radius and height of the cone. C, what is the central angle of the sector to be used to make a cone of base radius √2 centimeters and height 4 centimeters? So, this question is sector becomes cone.
അപ്പോൾ ഉള്ള റിസൾട്ട് എന്താണ്? R is equal to L, x by 360 is equal to R by L. ഇത് ഓർമ്മയിലുണ്ടാവണം. ഇനി ആദ്യം നമുക്ക് തന്ന കാര്യങ്ങൾ എഴുതണം. ഗിവൺ എന്താണ് തന്നത്? സെക്ടർ ഓഫ് റേഡിയസ് 12 സെന്റിമീറ്റേഴ്സ് എന്ന് തന്നിട്ടുണ്ട്. 12 സെന്റിമീറ്റർ ആരമുള്ള വൃത്താംശം. ഓക്കെ, സോ നമുക്ക് എഴുതാം റേഡിയസ് ഓഫ് സെക്ടർ, വൃത്താംശത്തിന്റെ ആരം. അതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ക്യാപിറ്റൽ R ആണ്. അത് നമുക്ക് തന്നിട്ടുണ്ട് 12 സെന്റിമീറ്റർ എന്ന്. ഓക്കെ, ഇനി തന്നിരിക്കുന്ന എന്താണ്? സെൻട്രൽ ആംഗിൾ 120 ഡിഗ്രി. സെക്ടറിന്റെ കേന്ദ്രകോൺ, വൃത്താംശത്തിന്റെ കേന്ദ്രകോൺ തന്നു 120 ഡിഗ്രി. നമുക്കത് എഴുതാം. സെൻട്രൽ ആംഗിൾ ഓഫ് സെക്ടർ 120 ഡിഗ്രി. അതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എക്സ് ആണ്. സോ എക്സ് ഈക്വൽ ടു 120 ഡിഗ്രി. ഇതാണ് നമുക്ക് തന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫസ്റ്റ് വൺ, വാട്ട് ഈസ് ദ സ്ലാന്റ് റേറ്റ് ഓഫ് ദ കോൺ? സ്തൂപികയുടെ ചെരിവുയരം എന്ത്? അപ്പൊ സ്ലാന്റ് റേറ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്താ? എൽ ആണ്. സോ എൽ വരുന്ന ഫോർമുല നോക്ക്. ആർ ഇസ് ഈക്വൽ ടു എൽ. ആർ നമുക്ക് എത്രയാണെന്നറിയാം? 12 സെന്റിമീറ്റർ ആണ്. ആർ എല്ലിന് ഈക്വൽ ആണെന്ന് പറയുമ്പോൾ എൽ എന്ത് തന്നെയാണ്? 12 സെന്റിമീറ്റർ തന്നെയാണ്. സോ ഒന്നാമത്തെ ആൻസർ എഴുതാം. When a sector becomes cone, R is equal to L. Therefore, L is equal to എന്താണ്? R ന്റെ ലെങ്ത് തന്നെയാണ് 12 സെന്റിമീറ്റർ. Therefore, slant rate of cone, slant rate of cone, വൃത്തസ്തൂപികയുടെ ചെരിവുയരം is equal to 12 സെന്റിമീറ്റർ. സോ ഒന്നാമത്തെ ആൻസർ നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. രണ്ടാമതായിട്ട് നമ്മളോട് പറഞ്ഞത് ഫൈൻഡ് ദ റേഡിയസ് ആൻഡ് ഹൈറ്റ് ഓഫ് ദ കോൺ. റേഡിയസും കണ്ടുപിടിക്കണം, ഹൈറ്റും കണ്ടുപിടിക്കണം. അതായത് സ്മോൾ ആറും കാണണം, സ്മോൾ എച്ചും കാണണം. ഓക്കെ, സ്തൂപികയുടെ ആരം, ഉയരം എന്നിവ കാണും. സോ സ്മോൾ ആർ വരുന്ന ഫോർമുല ഇതാണ്. എക്സ് ബൈ 360 ഡിഗ്രി is equal to R by L. സോ രണ്ടാമത്തെ ക്വസ്റ്റ്യന് നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല അതാണ്. എക്സ് ബൈ 360 is equal to R by L. എക്സ് എന്താണ്? സെൻട്രൽ ആംഗിൾ ആണ്, തന്നിട്ടുണ്ട് 120 ഡിഗ്രിന്ന്. സോ 120 by 360 is equal to R നമുക്ക് കണ്ടുപിടിക്കണം. L നമുക്ക് കിട്ടിയിട്ടുണ്ട് 12 ആണെന്ന്. ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. നോക്കിക്കോ, മുകളിലും താഴെയും 0 അറ്റത്ത് വന്നാൽ അതിനെ ക്യാൻസൽ ചെയ്യും. അപ്പൊ ബാക്കി നമുക്കുള്ളത് 12 by 36 എന്നാണ്. റൈറ്റ് സൈഡിൽ R by 12. 12ഉം 36ഉം 12ന്റെ തന്നെ മൾട്ടിപ്പിൾസ് ആണ്. സോ നമുക്ക് ഈ രണ്ട് നമ്പറിനെയും 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 12നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 കിട്ടും. 36നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 കിട്ടും. നിങ്ങൾക്ക് ഇനി 6 ആണ് വരുന്നതെങ്കിൽ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അടുത്ത സ്റ്റെപ്പിൽ വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് 1/3 ബാക്കി, റൈറ്റ് സൈഡിൽ നമുക്ക് R by 12. അപ്പൊ വീണ്ടും നോക്കാം, ഡിനോമിനേറ്ററുകൾ നമ്മൾ നോക്കാം. 3ഉം 12ഉം രണ്ടും 3ന്റെ മൾട്ടിപ്പിൾസ് ആണ്. സോ രണ്ടിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1, 12നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4. സോ നമുക്ക് ലെഫ്റ്റ് സൈഡിലുള്ളത് 1/1 1 ആണ്, is equal to റൈറ്റ് സൈഡിലുള്ളത് R by 4. അപ്പൊ നമുക്ക് R ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ 4നെ നമുക്ക് ഇങ്ങോട്ടേക്ക് എടുത്താൽ മതി. സോ R is equal to 1 ഡിവൈഡ് ചെയ്ത 4 റൈറ്റ് സൈഡിൽ ഓപ്പോസിറ്റ് സൈഡിൽ എത്തുമ്പോൾ ഇൻറ്റു 4. സോ R is equal to 4 സെന്റിമീറ്റർ. Therefore, base radius കിട്ടി. Base radius of cone is equal to 4 സെന്റിമീറ്റർ. ഇനി അതേ ക്വസ്റ്റ്യനിൽ തന്നെ ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ കോൺ. എച്ച് കണ്ടുപിടിക്കണം. സോ എച്ച് കാണണമെങ്കിൽ എച്ചുമായിട്ട് കണക്ട് ചെയ്ത കോണിലെ റിസൾട്ട് എന്താണ്? LHR ആണല്ലോ. സോ LHR എന്താ? L സ്ക്വയർ is equal to H സ്ക്വയർ പ്ലസ് R സ്ക്വയർ. ഇതേ ഓർഡറിൽ തന്നെ ഓർക്കുക. ഈ ഓർഡറിൽ തന്നെ ഓർത്തോളാം. സ്ക്വയർ പിരമിഡിന്റെ കേസിലാണെങ്കിലും ELA LHA, ഇവിടെ LHR. ആദ്യത്തെ നമ്പറിന്റെ ലെറ്റർ ഏതാണോ അതിന്റെ സ്ക്വയർ എഴുതുക, ഈക്വൽ ടു ഇടുക, അടുത്തത് എഴുതുക. A വരുമ്പോൾ A/2 എടുക്കണം. ഓക്കെ, R വരുമ്പോൾ R തന്നെ. സോ L നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റിനകത്ത്. നമുക്ക് ഒന്നാമത്തെ പാർട്ടിൽ L എത്രയാന്ന് കിട്ടി? 12 ആണ്. സോ 12 സ്ക്വയർ is equal to H സ്ക്വയർ നമുക്ക് കണ്ടുപിടിക്കണം. സോ H തന്നെ വെക്കുക. R നമുക്ക് ഇവിടെ കിട്ടി 4 ആണ്. സോ 4 സ്ക്വയർ. 12 സ്ക്വയർ നമുക്കറിയാം 144 ആണെന്ന്, is equal to H സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ എത്രയാണ്? 16 ആണ്. അങ്ങനെയാണെങ്കിൽ H സ്ക്വയർ എത്ര വരും?
144 മൈനസ് 16 128 എന്ന് കിട്ടും. സോ ഇത് h സ്ക്വയർ ആണ് 128. സോ h നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് 128. ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് എഴുതണം. നമുക്ക് പെട്ടെന്ന് എന്തിന്റെ മൾട്ടിപ്പിൾ ആണ് എന്ന് കിട്ടുന്നില്ല എങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇങ്ങനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്താൽ മതി. ഓക്കെ, ആദ്യം 8 ഈവൻ നമ്പർ ആണ്. സോ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 128നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 64 കിട്ടും. 64നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, അപ്പോൾ 32 കിട്ടും. 32നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 16 കിട്ടും. 16നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 8 കിട്ടും. 8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 കിട്ടും. 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 കിട്ടും. അപ്പോൾ അവസാനത്തെ നമ്പർ പ്രൈം നമ്പറായി. അങ്ങനെയാണെങ്കിൽ 128നെ എങ്ങനെ എഴുതാം? റൂട്ട് ഇടുക. 128 എന്ന് പറയുമ്പോൾ 1 2 3 4 5 6 7 2കൾ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. സ്ക്വയർ ആണ്, സ്ക്വയർ റൂട്ട് ആണ് കാണേണ്ടത്. അപ്പൊ പെയർ ആക്കുക. ഇതൊരു പെയർ, ഇതൊരു പെയർ, ഇതൊരു പെയർ, ഒരു 2 കൂടി ഉണ്ട്. ഓക്കെ, 7 2 ഉണ്ട്. അപ്പൊ 3 2ന്റെ പെയറും പിന്നെ ഒരു 2 ബാക്കി. അപ്പോൾ ഒരു പെയറിൽ നിന്ന് സ്ക്വയർ റൂട്ടിന്റെ പുറത്തേക്ക് എടുക്കുമ്പോൾ ഒരു നമ്പർ മാത്രം എടുക്കുക. ഓക്കെ, ദിസ് ഇസ് ഈക്വൽ ടു ഈ പെയറിൽ നിന്ന് ഒരു 2 എടുക്കും, ഈ പെയറിൽ നിന്ന് ഒരു 2 എടുക്കും, ഈ പെയറിൽ നിന്ന് ഒരു 2 എടുക്കും. ഇതിന് പെയറില്ല, അപ്പോൾ റൂട്ട് 2. ഓക്കെ, അപ്പൊ 2 × 2 × 2 എത്ര വരും? 8. 8 റൂട്ട് 2 സെന്റിമീറ്റർ ആണ് ഹൈറ്റ്. Therefore height is equal to height of cone. Height of cone is equal to 8 root 2 centimeter. So രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സി പാർട്ട് ആൻസർ ചെയ്യാം. സി പാർട്ടിലെ ക്വസ്റ്റ്യൻ ഇതാണ്. What is the central angle of the sector to be used to make a cone of base radius root 2 centimeter and height 4 centimeter? Central angle of the sector ആണ് കാണേണ്ടത്. അപ്പൊ സെൻട്രൽ ആംഗിൾ ഓഫ് ദ സെക്ടർ കാണാം, എക്സ് കാണാന്ന് പറയുമ്പോൾ ഒരേ ഒരു ഫോർമുലയേ ഉള്ളൂ. എന്താണത്? x/360 is equal to r/l ആണ്. ഓക്കെ, എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. x/360 is equal to ഈ ക്വസ്റ്റിനകത്ത് r എന്ന് പറയുന്നത് എന്താണ്? ബേസ് റേഡിയസ് റൂട്ട് 2 ആണ്. സോ നമുക്ക് റൂട്ട് 2 എഴുതാം. എൽ നമുക്ക് തന്നിട്ടില്ല. നമുക്ക് തന്നത് എന്താണ്? എച്ച് ആണ് തന്നിരിക്കുന്നത്, എൽ തന്നിട്ടില്ല. എൽ നമുക്ക് വേണം, എന്നാലേ എക്സ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സോ നമുക്ക് എൽ ഇവിടെ നിർത്താം. നമുക്ക് തന്നിരിക്കുന്നത് ഗിവൺ എച്ച് ഇസ് ഈക്വൽ ടു 4 സെന്റിമീറ്റർ എന്നാണ്. അതായത് ആർ എന്താണെന്നറിയാം, എച്ചും അറിയാമെങ്കിൽ എൽ കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് റിലേഷൻ ഉണ്ട്, എൽ എച്ച് ആണ്. സോ എൽ സ്ക്വയർ ഇസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ആണ്. എൽ സ്ക്വയർ ഇസ് ഈക്വൽ ടു എൽ നമുക്ക് കണ്ടുപിടിക്കണം. എച്ച് നമുക്ക് തന്നിട്ടുണ്ട് 4 ആണെന്ന്. സോ 4 സ്ക്വയർ പ്ലസ് ആർ നമുക്ക് തന്നിട്ടുണ്ട് റൂട്ട് 2 ആണെന്ന്. റൂട്ട് 2 സ്ക്വയർ. സോ എൽ സ്ക്വയർ എന്താവും? 4 സ്ക്വയർ 16 ആണ്. റൂട്ട് 2 സ്ക്വയർ, റൂട്ട് 2ന്റെ സ്ക്വയർ എത്രയാണ്? 2 ആണ്. സോ നമുക്ക് എൽ സ്ക്വയർ 18 എന്ന് കിട്ടും. ഓക്കെ, എൽ സ്ക്വയർ 18 ആണെങ്കിൽ എൽ എന്താണ്? റൂട്ട് 18. ഇപ്പൊ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡിൽ ചെയ്ത് നോക്കാം. അല്ല എങ്കിൽ 18 നമുക്ക് എങ്ങനെ എഴുതാം? 9 × 2 എന്ന് എഴുതാം. 9 റൂട്ട് 3 ആണ്, 2ന്റെ റൂട്ട് റൂട്ട് 2 ആണ്. സോ നമുക്ക് എൽ കിട്ടി 3 റൂട്ട് 2 സെന്റിമീറ്റർ. Therefore ഇനി നമുക്ക് എല്ലിന്റെ സ്ഥാനത്ത് അത് കൊടുക്കാം. x/360 is equal to റൂട്ട് 2 എല്ലിന്റെ സ്ഥാനത്ത് നമുക്ക് 3 റൂട്ട് കൊടുക്കാം. മുകളിലും താഴെയും റൂട്ട് ഉണ്ട്, വെട്ടിക്കളയാം. അപ്പൊ നമുക്ക് ബാക്കിയുള്ളത് x/360 is equal to ഇവിടെ 1 താഴെ 3. വീണ്ടും നോക്കാം. 3യും 360യും രണ്ടും 3ന്റെ മൾട്ടിപ്പിൾസ് ആണ്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി, 360നെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകും. 360 താഴെ കിടക്കുന്ന നമ്പർ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ മുകളിലേക്ക് വരും. അപ്പൊ എക്സ് ഈക്വൽ ടു എന്ത് വരും? 360/3 വരും. സോ 360നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 120 ഡിഗ്രി എന്ന് സെൻട്രൽ ആംഗിൾ കിട്ടും. സെക്കൻഡ് ടേം 2018 ചോദിച്ച 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻ. എ കോൺ ഓഫ് മാക്സിമം സൈസ് is made with a sector of radius 12 centimeters and central angle 120 degree. Find the slant height and radius of this cone. Second question, the ratio between radius and slant height of a cone is 2/5. What is the central angle of the sector used to make this cone? ആരം 12 സെന്റിമീറ്റർ, കേന്ദ്രകോൺ 120 ഡിഗ്രി ആയ പരമാവധി വലിപ്പമുള്ള വൃത്തസ്തൂപിക ഉണ്ടാക്കുന്നു. വൃത്തസ്തൂപികയുടെ ചെരിവുയരവും ആരവും കാണുക. ആരവും ചെരിവുയരവും തമ്മിലുള്ള അംശബന്ധം 2:5 ആണെങ്കിൽ ഈ വൃത്തസ്തൂപിക നിർമ്മിക്കാൻ ഉപയോഗിച്ച വൃത്താംശത്തിന്റെ കേന്ദ്രകോൺ എന്ത്? ഓക്കെ, അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യനകത്തും സെക്ടർ കോൺ ആകുന്നു.
അങ്ങനെയാകുമ്പോൾ റിസൾട്ട് എന്താണ്? R is equal to L, x by 360 is equal to R by L. ഇതാണ് നമ്മൾ ഉപയോഗിക്കേണ്ട റിസൾട്ട് ഈ ക്വസ്റ്റ്യനകത്ത്. ഇനി നമുക്ക് തന്നിരിക്കുന്ന എന്താണ്? ഗിവൺ സെക്ടറിന്റെ റേഡിയസ് തന്നിട്ടുണ്ട്, വൃത്താംശത്തിന്റെ ആരം തന്നിട്ടുണ്ട്. ഓക്കെ, അത് എത്രയാണ്? 12 സെന്റിമീറ്റർ ആണ്. റേഡിയസ് ഓഫ് സെക്ടർ, റേഡിയസ് ഓഫ് സെക്ടറിന് നമ്മൾ യൂസ് ചെയ്യുന്ന ലെറ്റർ ക്യാപിറ്റൽ R ആണ്. അത് നമുക്ക് തന്നിരിക്കുന്നത് 12 സെന്റിമീറ്റർ ആണ്. പിന്നെ തന്നിരിക്കുന്ന സെൻട്രൽ ആംഗിൾ ആണ്, കേന്ദ്ര കോണാണ്. സോ സെൻട്രൽ ആംഗിൾ ഓഫ് സെക്ടർ, സെൻട്രൽ ആംഗിൾ ഓഫ് സെക്ടർ എത്രയാണ് തന്നിരിക്കുന്നത്? 120 ഡിഗ്രി. അതായത് എക്സ് എന്ന് പറയുന്നത് 120 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് കാണേണ്ടത്? ഫൈൻഡ് ദ സ്ലാന്റേറ്റ് ആൻഡ് റേഡിയസ്. രണ്ടും കണ്ടുപിടിക്കണം. ആദ്യം ചെരിവ് ഉയരം കാണണം, പിന്നെ ആരം കാണണം. സോ സ്ലാന്റേറ്റോ ആയിട്ട് വരുന്ന റിസൾട്ട്, ആദ്യം എടുക്കേണ്ട റിസൾട്ട് ഇതാണ്. R is equal to L ആണ്. ഓക്കെ, R is equal to L. സോ L എന്ന് പറഞ്ഞാൽ എന്താ? R തന്നിട്ടുണ്ട് 12 സെന്റിമീറ്റർ. സോ 12 സെന്റിമീറ്റർ ആണ്. Therefore, slantate of cone, ചെരിവുയരം എത്രയാണ്? 12 സെന്റിമീറ്റർ ആണ്. ഇനി നമുക്ക് റേഡിയസ് കാണാം. റേഡിയസ് കാണാൻ നമ്മൾ രണ്ടാമത്തെ റിസൾട്ട് യൂസ് ചെയ്യുന്നു. We have x by 360 is equal to R by L. X നമുക്ക് ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട് 120 ആണെന്ന്. സോ 120 by 360 is equal to R നമുക്ക് കണ്ടുപിടിക്കണം. L നമുക്ക് തൊട്ട് മുന്നത്തെ എ പാർട്ട് ക്വസ്റ്റിനകത്ത് കിട്ടിയിരുന്നു 12 ആണെന്ന്. ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. സോ നമുക്ക് രണ്ട് നമ്പറിനെയും 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എന്ത് ചെയ്താൽ മതി? രണ്ട് അറ്റത്തു നിന്നും 0 കട്ട് ചെയ്താൽ മതി. അപ്പൊ ബാക്കിയുള്ളത് എന്താണ്? 12 by 36ഉം ഇവിടെ R by 12. ഓക്കെ, ക്രോസ് മൾട്ടിപ്ലൈ ഒക്കെ ചെയ്യുമ്പോൾ കാൽക്കുലേഷൻ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് വരും. സോ ഏറ്റവും അധികം ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് പോവുക. ഓക്കെ, അപ്പം ഒരു ഭാഗത്ത് തന്നെ ഉള്ളത് നോക്കാം. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 12ഉം 36ഉം 12ന്റെ മൾട്ടിപ്പിൾസ് ആണ്. അപ്പൊ രണ്ടിനെയും 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 12നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1, 36നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3. അപ്പൊ നമുക്ക് 1/3 is equal to R by 12 എന്ന് കിട്ടും. പിന്നെ ഡിനോമിനേറ്റേഴ്സ് നോക്കാം. 3ഉം 12ഉം ഇത് ഈക്വൽ ഫ്രാക്ഷൻ ആവുമ്പോൾ മാത്രമാണ് ഇത് ചെയ്യാൻ പറ്റുക. ഓക്കെ, ഇവിടെ ഒരു ഫ്രാക്ഷൻ മാത്രം, ഇവിടെയും ഒരു ഫ്രാക്ഷൻ മാത്രം, നടുവിൽ ഒരു ഈക്വൽ ടു സൈൻ വരുമ്പോൾ മാത്രമാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, 3ഉം 12ഉം അപ്പൊ രണ്ടും 3ന്റെ മൾട്ടിപ്പിൾസ് ആണ്. സോ രണ്ടിനെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1, 12നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4. അപ്പൊ ബാക്കി നമുക്ക് ലെഫ്റ്റ് സൈഡിലുള്ളത് 1/1 1, റൈറ്റ് സൈഡിലുള്ളത് R by 4. അപ്പൊ R എന്തായിരിക്കും? 4 നമുക്ക് നേരെ ഓപ്പോസിറ്റ് എടുത്താൽ മതി. ഇപ്പൊ 1 into 4 നാവും. സോ 4. അപ്പൊ R കിട്ടി. R is equal to 4 centimeter. Therefore, base radius of cone നമുക്ക് കിട്ടി 4 സെന്റിമീറ്റർ ആണ്. അപ്പൊ എ പാർട്ട് നമ്മൾ ആൻസർ ചെയ്ത് കഴിഞ്ഞു. സ്ലാന്റേറ്റും കണ്ടുപിടിച്ചു, ബേസ് റേഡിയസും കണ്ടുപിടിച്ചു. ഇനി നമുക്ക് രണ്ടാമത്തെ പാർട്ട് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ വായിക്കാം. The ratio between radius and slantate of a cone is 2:5. അപ്പൊ റേഡിയസ് ഓഫ് കോൺ നമ്മൾ R എന്നാണ് എഴുതുക, സ്ലാന്റേറ്റ് L എന്നാണ് എഴുതുക. അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന എന്താണ്? ഗിവൺ R:L എന്ന് പറയുന്നതാണ് എന്ത്? 2:5. അപ്പൊ R:L എന്ന് പറഞ്ഞാൽ അതിനെ എങ്ങനെ എഴുതാൻ പറ്റും? R by L എന്ന് എഴുതാം. R by L എന്താണ്? 2/5 ആണ്. അപ്പൊ R by L ഉള്ള ഒരു ഫോർമുല ഉണ്ട്. എന്താ അത്? x by 360 is equal to R by L. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് x ആണ്. ആണല്ലോ. വാട്ട് ഈസ് ദ സെൻട്രൽ ആംഗിൾ ഓഫ് ദ സെക്ടർ ആണ് കണ്ടുപിടിക്കേണ്ടത്, കേന്ദ്രകോൺ. സോ നമുക്ക് x by 360 is equal to R by L ന് പകരം എന്തെഴുതാം? 2/5 എഴുതാം. ഇനി 2ഉം 5ഉം നമുക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നേരെ 5ഉം ഇപ്പുറത്തെ ഡിനോമിനേറ്റർ നോക്കാം, 360. അപ്പൊ 5ഉം 360 നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. രണ്ടും 5ന്റെ മൾട്ടിപ്പിൾസ് ആണ്. 5നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 കിട്ടും. 360നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 72 കിട്ടും. സോ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ x by 72, റൈറ്റ് സൈഡിൽ 2. 72 അങ്ങോട്ട് എടുക്കുമ്പോൾ എന്ത് വരും? x equal to 2 into 72 വരും. സോ x equal to 144 ഡിഗ്രി. സോ സെൻട്രൽ ആംഗിൾ എന്തായിരിക്കണം? 144 ഡിഗ്രി.